ഇതൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആള്, നാർസിസിസ്റ്റിക് ഒന്നും അല്ലാത്ത ഒരു സാധാരണ ഒരാളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ ചില സ്റ്റേജുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ്, അതാരും മറന്നു പോകില്ല. ആ സ്റ്റേജാണ് ലവ് ബോംബിങ്. ലവ് ബോംബിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മളെ ഒരുപാട് പേർക്കൊക്കെ അറിയാം. പക്ഷെ ആരും അറിയാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ലൈഫൊക്കെ നന്നായിട്ട് കളർഫുൾ ആക്കി മാറ്റാൻ പറ്റുന്ന, നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ കഴിവുകളെ നമുക്ക് എത്ര കാലിബർ ഉണ്ടെന്ന് നമുക്ക് പോലും അറിയില്ലായിരിക്കും. അതൊക്കെ കണ്ട് നമ്മൾ ഒന്ന് മുന്നോട്ട് പോകാൻ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടാവുക, നമ്മളോട് സംസാരിക്കുക, സമയം കണ്ടെത്തുക, നമുക്ക് വേണ്ടി എഫേർട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ പരം ഒരു സേഫ്റ്റി, ഇതിൽ പരം ഒരു സന്തോഷം ഒന്നും കിട്ടാനില്ല. ഈ ഒരു സ്റ്റേജാണ് നാർസിസിസ്റ്റുകൾ ആദ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്ന സ്റ്റേജ്. അതിനെയാണ് ലവ് ബോംബിങ് എന്ന് പറയുന്നത്. ഇനി ലവ് ബോംബിങ് കഴിഞ്ഞാൽ നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? കാരണം നമുക്ക് സേഫ് എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വാല്യുബിൾ ആണ് എന്ന് നമുക്ക് എവിടെ ഫീൽ ചെയ്യുന്നു, നമ്മൾ കൺസിഡർ ചെയ്യപ്പെടാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതിന് ഒരു പടി മുമ്പിൽ കൺസിഡർ ചെയ്യപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാൻ. അപ്പൊ നമ്മൾ പരിഗണിക്കപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് സന്തോഷമാണ്, നമ്മൾ സേഫ് ആണ് എന്ന് തോന്നുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യിപ്പിക്കുക എന്നതാണ് ഈ ലവ് ബോംബിങ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലൂടെ സാധിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡീവാലുവേഷൻ. ഡീവാലുവേഷൻ എന്ന് പറയുന്നത് ഈ ലവ് ബോംബിങ് സ്റ്റേജിലൊക്കെ നമ്മൾ സാധാരണ പങ്കുവച്ചിരുന്ന നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളോ, നമുക്കുണ്ടായ നല്ലതോ ചീത്തയായിട്ടുള്ള അനുഭവങ്ങളോ, നമ്മുടെ പുതിയ ഐഡിയാസോ ഒക്കെ പറയുമ്പോൾ ഒന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പടി താഴ്ത്തി തുടങ്ങും. അതാണ് തുടക്കം. നമ്മൾ പറയുന്ന കാര്യങ്ങളെയും നമ്മളെ തന്നെയും നമ്മളെ ചിന്താഗതികളെയും ഒക്കെ വളരെയധികം നിസ്സാരവൽക്കരിച്ച് കൊണ്ടുള്ളത്. അതും ഒറ്റയടിക്കുള്ള നിസ്സാരവൽക്കരിക്കലല്ല കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിനക്ക് ഇങ്ങനെ ഒരു മോശം ഡേ ഉണ്ടായെങ്കിൽ അത് നിന്നെ മാത്രം കുഴപ്പമാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഇത്രയും കാര്യങ്ങളിൽ ഇത്രയും നീ പറഞ്ഞു, ഞാൻ ഇത്രയും കേട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ നല്ല ലിസണേഴ്സ് ഇവിടെ ആയിരിക്കും കേട്ടോ. അവർ നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കും. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളെ എവിടെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അവരത് മുഴുവൻ കേട്ടതിന് ശേഷം അവർ പറയും, ഇതിലൊക്കെ പ്രത്യേകിച്ച് എന്തിരിക്കുന്നു നീ എന്നും പറയുന്ന കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ട് നമ്മൾ വളരെ നല്ലൊരു ഐഡിയ കൊണ്ടുവരികയാണ്. നമുക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് പറയുമ്പോൾ ഇതൊക്കെയാണോ വലിയ കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഏത് ഇനിഷ്യേറ്റീവ് എടുത്താലും, ഏതൊരു അനുഭവം പങ്കുവച്ചാലും അതിനെയൊക്കെ ഒന്ന് നിസ്സാരവൽക്കരിച്ച് നിങ്ങളെ ഒന്ന് ഡീവാല്യൂ ചെയ്ത് തുടങ്ങണം. അതാണ് സ്റ്റേജ് ഓഫ് ഡീവാലുവേഷൻ. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒരു ഡൗട്ട് തോന്നും. കാരണം ഫസ്റ്റത്തെ ലവ് ബോംബിങ് സ്റ്റേജിൽ നമ്മൾ അത്രയധികം വിലമതിച്ച ഒരാളല്ലേ. അപ്പോൾ ആ ആള് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ചെയ്തത് അത്രയും എന്റെ ഭാഗത്താണോ തെറ്റ് എന്നൊക്കെ നമ്മൾ തന്നെ കൺഫ്യൂഷൻ അടിച്ച് ഒന്നിങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാവാതിരിക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് ഓഫ് ഡീവാലുവേഷൻ. ഡീവാലുവേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റിയാലിറ്റിയെ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുകയാണ്. അതായത് ശരിക്കും ഒരു കാര്യം നടന്നു, ആ കാര്യം നടന്നോ നടന്നില്ലയോ എന്ന് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്നതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാണ്, എന്നോട് ആ സമയത്ത് അങ്ങനെ പെരുമാറിയില്ലേ, അല്ലെങ്കിൽ അത് ഒരുപാട് വിഷമമുണ്ടായി എന്ന് പറയുമ്പോൾ ആ ആൾ അങ്ങനെയല്ല പെരുമാറിയെന്നും ആ ആൾ മറ്റൊരു തരത്തിലാണ് പെരുമാറിയതെന്നും നമ്മൾ കണ്ട കാഴ്ചപ്പാടിനാണ് കുഴപ്പമെന്നും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥ. അവസാനം നമുക്ക് തന്നെ തോന്നും, വേണ്ടായിരുന്നു, ആ ഒരു കാര്യം സംസാരിക്കണ്ടായിരുന്നു, ഞാൻ കണ്ടതിനായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിക്കാണ് കുഴപ്പം എന്നുള്ള രീതിയിൽ എന്താണ് പ്ലേറ്റ് അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിക്കുന്നത് പോലെ യാഥാർത്ഥ്യത്തെ സംശയിപ്പിക്കുന്ന ഒരു സാമർഥ്യം അവർ കാണിക്കും. അതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഗ്യാസ് ലൈറ്റിംഗ് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള സ്റ്റേജ്. അത് വിഡ്രോവൽ സ്റ്റേജ് ആണ്. അതായത് ഒന്ന് പിൻവലിഞ്ഞു നിന്നുകൊണ്ട്, ഒന്ന് വേദനിപ്പിച്ചുകൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ട് കൺട്രോളിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ്.
ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന ടോർച്ചർ എന്ന് പറയുന്നത് വെർബൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ മറ്റൊന്നും ആയിരിക്കില്ല. അത് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് സൈലന്റ് ട്രീറ്റ്മെന്റ്? നമ്മളോട് ഒന്നും മിണ്ടാതിരിക്കുക, നമ്മൾ ദിവസങ്ങളോളം നമ്മൾ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് അങ്ങ് തഴഞ്ഞിടുക. അതാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു സ്പേസും തരാതെ നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളതോ ഒന്നും കേൾക്കാൻ അവർക്ക് അവർ നമ്മളെ കാണുന്നേ ഇല്ല, പിന്നെ എങ്ങനെ കേൾക്കുക? നമ്മൾ അപ്രത്യക്ഷമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിലുള്ള നല്ല ഡീപ്പ് സൈലന്റ് ട്രീറ്റ്മെന്റ് നമുക്ക് തരുന്നു. ആ സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നത് ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് കൂടെയാണ്. അതായത് ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതും ഒക്കെ എന്തൊക്കെയോ തെറ്റായിപ്പോയി, ഇനി അങ്ങനെ ചെയ്യരുത്, മറ്റാൾ പൂർണ്ണമായിട്ട് ശരിയാണ്, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നു. അതാണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ്. ഒരു വിഡ്രോവൽ സ്റ്റേജ്. അന്ന് വരെയുള്ള താല്പര്യം ഒരല്പം കുറച്ച് കാണിക്കുന്നു, ഇനി അത്രയൊന്നും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ കൂടി കാണിക്കുന്നത്. പക്ഷേ നാർസിസിസ്റ്റിക് ഡിസോർഡർ ഉള്ള ആളുകൾ രഹസ്യമായി നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ആദ്യത്തെ സൈലന്റ് ട്രീറ്റ്മെന്റ് തരുമ്പോൾ തന്നെ നമ്മൾ അതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണ്, നമ്മൾ അത് എത്രത്തോളം അഫക്റ്റ് ചെയ്തു, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇനി നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നമുക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തരും. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അതായത് ഈ സൈലന്റ് ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കൂടുതൽ നാർസിസിസ്റ്റുകൾക്കും കറക്റ്റ് പിടി കിട്ടും ഏത് പോയിന്റ് ആണ് വീക്ക് പോയിന്റ്, ഇത് ഏൽക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അവർ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. പലതരത്തിൽ വിഡ്രോവൽ മെത്തേഡ്സ് അവർ പ്രയോഗിക്കുകയും ചെയ്യും. സ്റ്റേജിലേക്ക് ഈ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പവർ അവർക്ക് അനുഭവപ്പെടും. ആർക്ക്? നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പവർ അനുഭവപ്പെടുകയും ആ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ വല്ലാതെ ഡ്രെയിൻഡ് ആയതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മുടെ കാഴ്ചവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോയാൽ എങ്ങനെയിരിക്കും? നമുക്ക് നമ്മുടെ തന്നെ അസ്തിത്വം നഷ്ടപ്പെട്ടാൽ എങ്ങനെയിരിക്കും? നമ്മൾ നമ്മളല്ലാതായി തീർന്നാൽ എങ്ങനെയിരിക്കും? എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് എങ്ങനെയിരിക്കും? അതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിന്റെ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മുടെ തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സ്റ്റേജ്. ഇത്രയും സ്റ്റേജസ് ആണ് ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജസ്. ഈ സ്റ്റേജസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിന് ഇരയാകുന്ന ഒരു വ്യക്തി ഇതൊക്കെ കഴിയുമ്പോൾ റിയലൈസ് ചെയ്ത് തുടങ്ങും. മൾട്ടിപ്പിൾ ടൈംസ് ഇതിന്റെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടായി തുടങ്ങുമ്പോൾ അവരൊക്കെ തന്നെ റിയലൈസ് ചെയ്ത് തുടങ്ങും എന്തോ പ്രശ്നമുണ്ട്, ഇതിങ്ങനെയല്ല പോകേണ്ടത്, ഒരു തവണയല്ല, 2 തവണയല്ല, പല തവണ ഇതേ ഒരു സൈക്കിളിൽ കൂടി ഞാൻ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സെൽഫ് റിയലൈസേഷന്റെ ഒരു ഘട്ടത്തിൽ എത്തുന്നു. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു എന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? വളരെ ബുദ്ധിമാന്മാരോ ബുദ്ധിമതികളോ ആയിട്ടുള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർ ഉടനെ പഴയ തന്ത്രങ്ങളൊന്നുകൂടി പയറ്റി നോക്കും. കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം, നമ്മളെ അവർ വ്യക്തമായി പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മളെക്കുറിച്ച് അറിയാൻ ഒരുപാട് താല്പര്യം കാണിക്കുകയും നമ്മളെക്കുറിച്ച് പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ ഡേറ്റ എല്ലാം വളരെ നല്ല രീതിയിൽ അവരുടെ മനസ്സിൽ ക്രോഡീകരിച്ച് വെച്ചിരിക്കുകയും വളരെ നല്ല രീതിയിൽ നമ്മളെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്, അതായത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏതൊരു ആളിന്റെ മേലും ഏതൊരു സന്ദർഭത്തിന്റെ മേലും അവർക്ക് കൺട്രോളും ഉണ്ടാകുമ്പോഴാണ്. എന്റെ നിയന്ത്രണത്തിലാണ് ഇവൾ, അല്ലെങ്കിൽ എന്റെ നിയന്ത്രണത്തിലാണ് ഇവൻ, എന്റെ നിയന്ത്രണത്തിലാണ് സർവ്വതും ചലിക്കുന്നത് എന്നുള്ള ഒരു ബോധമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഡൗട്ട്സ് എന്നൊക്കെ പറയില്ലേ, അതായത് നമുക്ക് ഒരു കാര്യത്തിൽ സംശയം തോന്നിയാലും ആ ഒരു കാര്യം ചിലപ്പോൾ അങ്ങനെ ആയിരുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഒന്നുകൂടി പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ വീണ്ടും പോകുമ്പോൾ അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സ്റ്റേജിൽ ബോധ്യം ഉണ്ടാകും ഇത് നല്ല രീതിയിൽ പോയില്ല. അവർ പഠിച്ചു തുടങ്ങും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും ഒരു പക്ഷെ ഈ ചാക്രികമായിട്ടുള്ള പ്രവർത്തനത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ബ്രേക്കപ്പ് സ്റ്റേജ്. ബ്രേക്കപ്പ് ഒക്കെ നല്ലതാണ് കേട്ടോ. പൊതുവിൽ ബ്രേക്കപ്പിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടൊക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും നല്ല വാലിഡ് ആയിട്ടുള്ള റീസൺസിന്റെ പുറത്തുള്ള ബ്രേക്കപ്സ് വളരെ നല്ലതാണ്. സോ ഒരു മനുഷ്യൻ
അവന് കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ ഉപരി അവന്റെ സമാധാനത്തിനെ ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നിമിഷം ഈ റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്തിരിയുന്നു. അവിടെ ബ്രേക്കപ്പ് സംഭവിക്കുന്നു. ഇത് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ അറിവും വിവേകവുമുള്ള ഒരുപാട് പെൺകുട്ടികൾക്കും ഒരുപാട് ആൺകുട്ടികൾക്കും സാധിക്കുന്നുണ്ടെങ്കിലും ഈ ബ്രേക്കപ്പ് ഫേസ് സാധ്യമാകാതെ ഇതേ കുരുക്കിൽ കിടന്ന് ജീവിതകാലം മുഴുവൻ ഒരു വാല്യൂ ഇല്ലെന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും നാർസിസിസ്റ്റുകളുമായിട്ടുള്ള ഒരു ചാക്രിക വലയത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല. You can step out with courage.